ഗവർണർ മനസ്സിലാക്കണം, ഗവർണർ മാത്രമാണെന്ന്. മുഖ്യമന്ത്രിയല്ല, നാട് ഭരിക്കുന്ന ആളല്ല, നമ്മുടെ സർക്കാരിൻ്റെ ഔപചാരിക ഭരണത്തലവും മാത്രമാണ്. അതിൽ ഭരണഘടന കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, ഇലക്ഷൻ കഴിയുമ്പോൾ ആർക്കാണ് ഭൂരിപക്ഷം. ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമേ അദ്ദേഹത്തിന് വിവേചനാധികാരമുള്ളൂ. അതും തലയെണ്ണി പറയണം, അതും എങ്ങനെയാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിസഭ പറയുന്നത് കേട്ട് ഭരിക്കണം. അതിനപ്പുറമൊന്നും യാതൊരു അധികാരവും ഇദ്ദേഹത്തിനില്ല. ഭരണഘടനയിലെങ്ങും അദ്ദേഹം കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറായിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അത് കേരള നിയമസഭ ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പദവി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേരളം പറയണേ നിങ്ങൾ ചാൻസലർ ആവണ്ടെന്ന്. ഞാൻ മാറൂല. ആ ചാൻസലർ പദവിയിൽ തന്നെ ഇരുന്നിട്ട് കേരളത്തിലെ നമ്മുടെ സർവകലാശാലകളുടെ ഭരണത്തെ അട്ടിമറിക്കാനും RSSന് കീഴ്പ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമമാണ്. കേരളം ഒറ്റക്കെട്ടായിട്ട് തീർക്കണമെന്ന്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് തമിഴ്നാടിനെ കണ്ടുപഠിക്കണം. ധൈര്യപ്പെടില്ലല്ലോ എന്നത് ചെയ്യാനായിട്ട്. എങ്ങനെ ധൈര്യം ഉണ്ടാവണം? മലയാളിയാണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന്. അത് ഉണ്ടാവണം. ഗവർണറുടെ പദവിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഭരണത്തലവരാണ്, ആ ആദരവും കാര്യങ്ങളും നൽകും. അത് വിട്ടിട്ട് യൂണിവേഴ്സിറ്റിയിൽ എന്ത് പഠിപ്പിക്കണം, യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ നടക്കണം, നിങ്ങളത് സ്ഥാനത്തിരിക്കേണ്ട എന്ന് ഞങ്ങൾ പറയണു. എന്തിനൊക്കെ അടിച്ചു തൂങ്ങണം? വഴി മാറുന്നു. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർ മാറണം.